വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. ഒടുവിൽ അത് സംഭവിച്ചിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ നമ്മുടെ വാർത്തയിൽ പറഞ്ഞതേ ഉള്ളൂ, ട്രംപിന് എന്ത് വന്നിട്ടായാലും ഇറാനെ ആക്രമിച്ചേ മതിയാവൂ, അത്രയധികം നിലമില്ലാ കയത്തിലാണ് ട്രംപ് നിൽക്കുന്നത് എന്നുള്ളത്. ഇപ്പോൾ ഇതാ ഇസ്രായേൽ ഇറാനിൽ ആക്രമണം തുടങ്ങിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ആക്രമണത്തിന് ശേഷം ഇസ്രായേലിൽ സമ്പൂർണ്ണ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നു. സ്കൂളുകൾ, കോളേജുകൾ, ഓഫീസുകൾ എല്ലാം തന്നെ അടച്ചിടാനുള്ള വലിയ ഉത്തരവാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. ഇറാൻ പ്രസിഡന്റിന്റെ വീട് ഇസ്രായേൽ ആക്രമിച്ചു എന്ന റിപ്പോർട്ട് വരുന്നു. 5 ബോംബ് സ്ഫോടനം ഉണ്ടായിരിക്കുന്ന റിപ്പോർട്ട് വരുന്നു. നിരവധി മന്ത്രിമാരുടെ വീടുകൾ ഉൾപ്പെടെ 30 സ്ഥലങ്ങൾ ലക്ഷ്യമിട്ടിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ട് വരുന്നു. ഇനി വരുന്ന മണിക്കൂറുകളിൽ മാത്രമേ നമുക്ക് ഈ മന്ത്രിമാരൊക്കെ ജീവിച്ചിരിപ്പുണ്ടോ അതെ മരിച്ചുപോയോ എന്നുള്ളത് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്തായാലും അമേരിക്കയിലും വലിയ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശം അമേരിക്കൻ സർക്കാർ അവിടെയുള്ള സിവിലിയൻസിന് കൊടുത്തിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരികയാണ്. അപ്പോൾ ഇറാനെ ആക്രമിക്കാൻ ഇസ്രായേൽ തുടങ്ങിയ ഈ സാഹചര്യത്തിൽ ഒരു ഭാഗത്ത് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള വലിയ യുദ്ധം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഇത് തുടങ്ങരുത് എന്ന് ഏറ്റവും കൂടുതൽ പറഞ്ഞൊരു ചാനലാണ് നമ്മുടെ ചാനൽ. കാരണം ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് ഇന്ത്യ അടക്കം ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞത് വിജയേട്ടൻ പറഞ്ഞു, GCC രാജ്യങ്ങളെല്ലാം ഇറാൻ വലിച്ചഴയ്ക്കുന്നു. ഇപ്പൊ ഇസ്രായേൽ ആക്രമിച്ചിട്ടുണ്ട്. ഇനി ഇറാന്റെ തിരിച്ചടി അത് ഏത് രീതിയിലായിരിക്കും എന്നുള്ള ഭയത്തിലാണ് ലോകരാജ്യങ്ങൾ ഇരിക്കുന്നത്. ഇപ്പോഴും ഇസ്രായേൽ ആക്രമണം നിർത്തിയിട്ടില്ല. പല ഭാഗങ്ങളിലും ബോംബ് സ്ഫോടനങ്ങൾ നമ്മൾ ഇത് എടുക്കുമ്പോൾ പോലും നടന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. എന്തായിരിക്കും ഇനി അങ്ങോട്ടുള്ള ലോകത്തിന്റെ ഒരു ലോകക്രമം എന്തായിരിക്കും? ഈ ആക്രമണം നമ്മുടെ ഏഷ്യയെ എങ്ങനെ ബാധിക്കും? പശ്ചിമേഷ്യയെ ഇത് എങ്ങനെ പിടിച്ചു കുലുക്കും? ആദ്യം തന്നെ ഞാൻ പറഞ്ഞോട്ടെ, നമ്മുടെ ഇത്തരം യുദ്ധം നടക്കും എന്നുള്ള വാർത്തകൾ വരുമ്പോൾ അതിന് താഴെ വന്നിട്ട് ഒരു സ്ഥിരം കമന്റുകൾ വരുന്നാറുണ്ട്. തേങ്ങ ഉടക്ക് സ്വാമി, തേങ്ങ ഉടക്ക് സ്വാമി എന്ന്. അങ്ങനെയുള്ളവർക്ക് പറയാനുള്ളത്, തേങ്ങ ഉടച്ചു, ഒരു തേങ്ങയല്ല ഉടച്ചത്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം, അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം, അങ്ങനെ 2 തേങ്ങ ഉടച്ചിട്ടുണ്ട്. ഇതിന്റെ ഒരു തിക്തഫലം വരുമ്പോൾ നമ്മൾ തേങ്ങ ഉടക്കെന്ന് പറയണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഈ യുദ്ധത്തിന് നിൽക്കുന്നതിന് കാരണം അതാണ്. ഇപ്പൊ ഇവിടെ നമ്മൾ ഈ ആക്രമണത്തിന് ഒരുപാട് മുഖങ്ങളുണ്ട് ധനുഷ്. ഒന്ന്, ഈ വിശുദ്ധ റംസാൻ മാസത്തിൽ അവരുടെ കോമൺ ശത്രുവായിട്ടുള്ള ഒരു ജൂതരാഷ്ട്രമായ ഇസ്രായേലിനെ കൊണ്ട് ഇറാനെ ആക്രമിപ്പിക്കുക എന്നുള്ളതാണ് അമേരിക്ക നടത്തിയിട്ടുള്ള ഒരു ഇത് ലോക ഇസ്ലാമിക രാജ്യങ്ങളും ഇസ്ലാമിക സംഘടനകളെ സംബന്ധിച്ച് അവർക്ക് അതൊരു അപമാനവും വേദനയും സമ്മാനിക്കുന്ന ഒരു കാര്യമാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചർച്ചയിൽ പറഞ്ഞിരുന്നു, അമേരിക്കയുടെ സൈനിക വിഭാഗം ഇസ്രായേലിനെ കൊണ്ട് ആക്രമണം തുടങ്ങണം എന്നാണ് വിചാരിച്ചിരുന്നതും പറഞ്ഞതും. അതിന്റെ ഭാഗമായിട്ടായിരുന്നു കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ ചർച്ചയിൽ പറഞ്ഞത് അവരുടെ F-22 വിമാനങ്ങളടക്കം ഇസ്രായേലിൽ അവർ വിന്യസിച്ചു. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അമേരിക്കയുടെ F-22 വിമാനം കൊണ്ട് ഇസ്രായേലിൽ വിന്യസിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് ഖമേനിയുടെ വസതിക്ക് നേരെ ആക്രമണം ഉണ്ടായി, ഖമേനി ബങ്കറിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളൊരു വിവരം പുറത്തു വരുന്നുണ്ട്. ഒപ്പം തന്നെ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, നമ്മൾ ഇതിനു മുൻപ് ദിവസങ്ങളിൽ നടന്ന ചർച്ചകളിലൊക്കെ പറഞ്ഞിരുന്നത് പോലെ തന്നെയാണ് ഇവർ കൂടുതലും ലക്ഷ്യം വെക്കുന്നത് ഇറാനിലെ മന്ത്രിമാരെ, നേതാക്കളെയും തന്നെയാണ്. അന്ന് പറഞ്ഞിരുന്നത് ഖമേനിയും ഖമേനിയുടെ പിൻഗാമികളെയും മുല്ലാമാരെയും, അതായത് ഈ മതപണ്ഡിതന്മാരെയും, അവിടെ വളർന്നു വരാൻ സാധ്യതയുള്ളതും മറ്റുള്ള മതപണ്ഡിതന്മാരെയും 30ഓളം നേതാക്കളെയും വധിക്കുക എന്നുള്ളതാണ് അമേരിക്കയുടെ പ്ലാൻ. അങ്ങനെ വധിച്ചിട്ട് ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ആക്രമണം നടത്തുക, ഇത്രയും പേരെ വധിക്കുക, വധിച്ചു കഴിഞ്ഞിട്ട് കലാപകലുഷിതമാകുന്ന ഇറാനിലേക്ക് ഒരു പുതിയ ഭരണകൂടത്തെ അവരോധിക്കുക എന്നുള്ളതാണ് ഇറാന്റെ ലക്ഷ്യം. ഇപ്പോഴേതായാലും ഈ ജനീവ കരാറ് ഒരു ചെറിയ പ്രത്യാശയ്ക്ക് വക നൽകുന്നു എന്ന് തോന്നിക്കുമ്പോഴാണ് ഈ ആക്രമണം എന്നുള്ളതാണ് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്. മുൻപ് 2015 മറ്റും അമേരിക്ക ഇതേ സ്ട്രാറ്റജി തന്നെയാണ് പിന്തുടർന്നത്. ഒരു ഭാഗത്ത് അവർ ചർച്ച നടക്കുമ്പോൾ ഇതേപോലെ ഇറാനെ അവർ ആക്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞത് ഈ ചർച്ച എങ്ങും എത്തില്ല എന്ന് നമ്മൾ ഉറപ്പിച്ച് പറയാനുള്ള കാരണം അത് തന്നെയാണ്. കാരണം ഇത് ഒരു സമാധാനത്തിൽ പോകാനുള്ള ചർച്ചയല്ല ഇവിടെ നടക്കുന്നത്. ഇത് വെറുതെ ലോകത്തിന് ബോധ്യപ്പെടുത്താനുള്ള ഒരു നാടകമാണ് നടക്കുന്നത്. ഇതിന് സമാനമായിരുന്നു, ഇതിനു മുമ്പും ഇത് തന്നെയാണ്. ചർച്ച നടക്കുന്നു, ചർച്ച നടന്നിട്ട് 1-2 വട്ടം ചർച്ച നടക്കുമ്പോഴേക്കും ആക്രമണം നടത്തുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. ഇതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഏതായാലും എന്ന് ആക്രമിക്കും എന്നുള്ള സംശയം മാത്രമാണ് നിലവിലുണ്ടായിരുന്നത്. ഏതായാലും അതിന് വിരാമം വിട്ടുകൊണ്ട് തന്നെ ഈ വാരാന്ത്യത്തിൽ തന്നെ അവർ ആക്രമണം തുടങ്ങി. ശനിയാഴ്ച ഇന്ന് വാരാന്ത്യത്തിലാണ് അവർ ആക്രമിക്കുക എന്ന് മുൻപ് അമേരിക്ക തന്നെ പറഞ്ഞിരുന്നു, അവിടുത്തെ ചില മീഡിയാസ് പറഞ്ഞിരുന്നു. ഏതായാലും അത്തരത്തിൽ തന്നെ ഒരു ആക്രമണം അവർ തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നു. ഇതൊരു വലിയ രീതിയിലുള്ള ഒരു യുദ്ധത്തിലേക്ക് കലാശിക്കാനുള്ള എല്ലാ സാധ്യതകളും നിലനിൽക്കുന്നുണ്ട്. ഇത് എന്തായി തീരുമോ ഇല്ലയോ എന്നറിയില്ല. ഏതായാലും നമ്മൾ ഇപ്പോൾ കിട്ടിയ വിവരങ്ങൾ അനുസരിച്ചാണ് പ്രേക്ഷകരുമായിട്ട് ഇതെല്ലാം ഇപ്പോൾ പങ്കുവെക്കുന്നത്. ഏതായാലും ഇന്നത്തെ ദിവസം തന്നെ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേഷൻസ് ന്യൂസ് ഇന്ത്യ മലയാളം പോയിന്റിൽ ഉണ്ടാകും എന്നുകൂടി പ്രേക്ഷകരെ അറിയിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് നിലവിൽ കെട്ടിയിരിക്കുന്ന ആ ഒരു അപ്ഡേഷൻസ് ആണ്. ഏതായാലും യുദ്ധം ആരംഭിച്ചിരിക്കുന്നു. ഒരു യുദ്ധമല്ല ആരംഭിച്ചിരിക്കുന്നത്, പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ യുദ്ധം കൊടുമ്പിരി കൊള്ളുന്നു. അതിനോട് തൊട്ടു പിന്നാലെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ വസതിക്ക് സമീപമൊക്കെ ഡ്രോണാക്രമണം നടന്നൊരു സാഹചര്യത്തിൽ ഇപ്പോൾ ഖമേനിയുടെ വസതിക്ക് നേരെയാണ് ഇസ്രായേലിന്റെ ഒരു വ്യോമാക്രമണം നടന്നിരിക്കുന്നത്.
ഇതും ഒരു വലിയ യുദ്ധത്തിലേക്ക് തന്നെ ഈ പശ്ചിമേഷ്യ മാത്രമല്ല മധ്യേഷ്യ പോകുന്നു. മിഡിൽ ഈസ്റ്റിലുള്ള രാജ്യങ്ങൾ ഇനി എന്താണ് ഇന്ത്യയുടെ അടുത്ത് നീക്കമെന്ന് എല്ലാവരും നോക്കുന്നുണ്ട്, ഉറ്റുനോക്കുന്നുണ്ട്. കാരണം നമ്മളെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മിഡിൽ ഈസ്റ്റിലുള്ള അനവധി പ്രവാസികളുണ്ട്. അവരെ സംബന്ധിച്ച് ഇനിയിപ്പോ നമുക്ക് ഉറപ്പായല്ലോ ഓപ്പറേഷൻ സിന്ദൂർ 2.0 ഏകദേശം ഇപ്പോൾ ഇറാനിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയതോടുകൂടി ഏത് നിമിഷവും നമുക്ക് ഓപ്പറേഷൻ സിന്ദൂർ 2.0 തുടങ്ങി. കാരണം പാകിസ്ഥാൻ അടങ്ങിയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ ഒരു സാഹചര്യം മുതലെടുത്ത് പാകിസ്ഥാൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങോട്ട് ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. ഇപ്പൊ പാകിസ്ഥാൻ ആരോപിക്കുകയാണ് അഫ്ഗാനിസ്ഥാന്റെ പിന്നിൽ ഇന്ത്യയാണെന്ന്. അപ്പൊ ഈ ഒരു ആക്രമണം തുടങ്ങിയ സാഹചര്യത്തിൽ അമേരിക്കയുടെ സപ്പോർട്ട് കൂടെ പാകിസ്ഥാന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ പാകിസ്ഥാൻ എന്തെങ്കിലും ചെയ്യാനുള്ള സാധ്യത കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നു. ധനുഷിന്റെ കണക്കൂട്ടൽ വളരെ ശരിയാണ്. സാധ്യത കൂടുതലാണെന്നല്ല, അങ്ങേയറ്റമാണ് എന്നുള്ളതാണ്. കാരണം ഇതെല്ലാം കൂടെ ഇപ്പൊ ഇനി അടുത്ത തിയറി വരും. നരേന്ദ്രമോദി പോയത് ഇതെല്ലാം കൂടെ പ്ലാൻ ചെയ്യാനായിരുന്നു. ഇറാൻ ഇസ്രായേൽ ആക്രമണം നടക്കും, അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ആക്രമണം നടക്കും, ഇതേ സമയത്ത് ഇന്ത്യ കയറി ആക്രമണം നടക്കും. നമ്മുടെ കരസേനാ മേധാവി കഴിഞ്ഞ ദിവസമാണ് പറഞ്ഞത്. അത് മാത്രമല്ല, ഇന്നലെ പൊക്രാനിൽ നടന്നത് അതിഗംഭീരമായ ഒരു അഭ്യാസമായിരുന്നു. ഈ ഓപ്പറേഷൻ സിന്ദൂർ ഒക്കെ റീക്രിയേറ്റ് ചെയ്തിട്ട് അതിന്റെ ഒരു ഡെമോ ഒക്കെ കാണിക്കുകയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു ഇത് നടന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രതീക്ഷ ഏതായാലും യുദ്ധക്കൊതിയന്മാർക്കായിട്ട് വാർത്ത സമർപ്പിക്കുന്നു. ഒപ്പം തന്നെ സമാധാന പ്രേമികൾ എന്ന് പറയാനാണ്. കാരണം നമുക്ക് യുദ്ധം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ ഇന്ത്യ അഭിമുഖീകരിക്കാൻ പറ്റുന്ന ഒരു വലിയ പ്രശ്നം നമ്മുടെ പ്രവാസികളായിട്ട് ഒരുപാട് പേരുണ്ട്, ലക്ഷക്കണക്കിന് പേരുണ്ട് നമ്മുടെ ഇന്ത്യക്കാരായിട്ടുള്ളവര്. ഖത്തർ, സൗദി, ഒമാന്, UAE ഒക്കെ കിടക്കുന്നവര്. ഇതിപ്പോ ഈ സംഘർഷം രൂക്ഷമാകുകയാണെങ്കിൽ ഇവരെ ഈ നാട്ടിൽ എത്തിക്കുക എന്നുള്ളത് ഒരു ഹിമാലയൻ ടാസ്ക് ആണ്. ഇപ്പൊ നമ്മളിപ്പോ ഉക്രൈനിൽ ആളെ കൊണ്ടുവന്ന പോലെ അല്ല, ഇത് ലക്ഷക്കണക്കിന് പേരുണ്ട്. 10-30 ലക്ഷത്തോളം പേര് ഈ വിവിധ രാജ്യങ്ങളായിട്ടുണ്ട്. ഇവരെ ഈ നാട്ടിൽ എത്തിക്കുക എന്നുള്ളത് വലിയ ഒരു പ്രശ്നം തന്നെയാണ്. അതൊരു ചെറിയതല്ല. വിമാനങ്ങൾ അയച്ചുകൊണ്ട് മാത്രം ഇത്രയും ലക്ഷക്കണക്കിന് പേരെ ഇവിടെ എത്തിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അതിനായിട്ട് കപ്പലുകൾ ഉപയോഗിക്കേണ്ടി വരും. ഈ കടലിൽ സംഘർഷം നടക്കുമ്പോൾ ഏത് രീതിയിലാണ് കപ്പലുകൾ ഉപയോഗിക്കുക എന്നറിയില്ല. പക്ഷെ ഏതായാലും അങ്ങനെ GCC രാജ്യങ്ങളിലേക്കൊന്നും ഇത് വ്യാപിക്കില്ല എന്നൊരു ഉറപ്പ് ഒരുപക്ഷെ ലോകരാജ്യങ്ങൾക്കും ഇന്ത്യക്കും കിട്ടിയിട്ടുണ്ടാകാം. അതുകൊണ്ടാണ് ഇന്ത്യ അത്തരത്തിലുള്ള മുന്നറിയിപ്പുകളൊന്നും നൽകാൻ. ആകെ നമ്മൾ കൊടുത്തൊരു മുന്നറിയിപ്പ് ഇറാനിൽ പോകരുതെന്ന് മാത്രമാണ്. ഇസ്രായേലിൽ പോലും പോകരുതെന്നൊരു മുന്നറിയിപ്പ് നമ്മൾ ഇതുവരെ കൊടുത്തിട്ടില്ല. ഇറാനിൽ പോകരുത്, ഇറാനിലുള്ളവർ എത്രയും പെട്ടെന്ന് രക്ഷപ്പെട്ടുള്ള നമ്മൾ 1.5 ആഴ്ചയ്ക്ക് മുമ്പ് കൊടുത്ത മുന്നറിയിപ്പാണ്. ഏതായാലും ആ മുന്നറിയിപ്പ് കഴിഞ്ഞാലും കുറെ പേര് അവിടെ തങ്ങും. അത് നമ്മുടെ ഒരു ആചാരമായതുകൊണ്ട് ഇന്ത്യക്കാർ കുറച്ചുപേര് കാണും. യുദ്ധമൊക്കെ തുടങ്ങി കഴിയുമ്പോൾ അവരുടെ ലൈവുകൾ മലയാളം ചാനലിൽ വരും. ഞങ്ങൾക്ക് ഇവിടെ പെട്ടുപോയി, ഞങ്ങളെ രക്ഷിക്കാൻ ആരും ഇല്ലാതൊക്കെ. ഏതായാലും 2 ആഴ്ചക്ക് മുമ്പ് തന്നെ രക്ഷപ്പെട്ടോളാൻ പറഞ്ഞാണ് അതിന്റെ ഹെൽപ്പ് ലൈനും കൊടുത്തു. ന്യൂസ് ഇന്ത്യ മലയാളം അടക്കമുള്ള എല്ലാ മാധ്യമങ്ങളും അതിന്റെ ഹെൽപ്പ് ലൈൻ അടക്കം കൊടുത്തിട്ടുള്ളതുമാണ്. ഏതായാലും ഇനി നമുക്കത് കാത്തിരുന്ന് കാണാം. ഏതായാലും യുദ്ധത്തിന്റെ അടുത്ത ഘട്ടം എന്താണ് എന്നുള്ളത് ഇപ്പൊ തുടങ്ങിയത് മാത്രമേ ഉള്ളൂ. ഇനി അതിന്റെ തിരിച്ചടിയും മറ്റു കാര്യങ്ങളും ഒക്കെ വരാനിരിക്കുന്നതേ ഉള്ളൂ. ഏതായാലും കൂടുതൽ വിവരങ്ങൾ വരുന്ന മുറയ്ക്ക് പ്രേക്ഷകരുമായിട്ട് അത് പങ്കുവെക്കാമെന്ന് കരുതുന്നു. ഇപ്പോഴുള്ള ഒരു സാഹചര്യത്തിൽ ഇന്ത്യക്ക് പഴയതുപോലെ സമാധാനത്തിന്റെ ഒരു വക്താവായിട്ട് മാറിയിരിക്കാൻ കഴിയുമെന്ന് അറിയില്ല. കാരണം ഒരു ഭാഗത്ത് നമുക്ക് പ്രവാസികളായിട്ടുള്ള നമ്മുടെ ഇന്ത്യക്കാരെ ഇവിടെ എത്തിക്കേണ്ടതായിട്ടൊരു വലിയ കടമ വരുന്നുണ്ട്. അത് യുദ്ധത്തിന്റെ അടുത്ത ഘട്ടത്തിൽ മാത്രമേ വരുന്നുള്ളൂ. ഇപ്പൊ തുടക്കം മാത്രമാണ്. മറ്റൊരു സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ നിലവിലത്തെ സാഹചര്യത്തിൽ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള യുദ്ധത്തിനുള്ള സാധ്യതകൾ വളരെ കൂടുതലുമാണ്. കാരണം പാകിസ്ഥാൻ ഈ അവസരം നോക്കി ഇന്ത്യയിലേക്ക് കൂടുതൽ ഭീകരവാദികളെ ബംഗ്ലാദേശ് വഴിയോ മറ്റോ കടത്തിവിടാനുള്ള സാധ്യതകളുണ്ട് എന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ദില്ലിയിലടക്കം കനത്ത സുരക്ഷയിലുമാണ്. കരസേനാ മേധാവി കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇനിയൊരു യുദ്ധമുണ്ടായ പാകിസ്ഥാൻ പിന്നെ ഭൂപടത്തുണ്ടായില്ല. കാരണം ഞങ്ങൾ ഇനി ഈ ഭീകരവാദികളുടെ കേന്ദ്രങ്ങൾ മാത്രമായിരിക്കില്ല തകർക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതിന്റെ ഇടയിൽ ഒരുപക്ഷെ ഈ യുദ്ധം കലക്കുകയാണെങ്കിൽ ധനുഷ മറ്റൊരു യുദ്ധം കൂടെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. ഇന്ത്യ പാകിസ്ഥാൻ വാർ മാത്രമല്ല, ചൈന തായ്വാനെ ആക്രമിക്കുമോ എന്നുള്ളതും ചൈനയും ജപ്പാനും നമ്മൾ ഏറ്റുമുട്ടുമോ എന്നുള്ളതും ഒക്കെ ഇതിനകത്ത് ചിന്തിക്കേണ്ടതായ ഒരു വിഷയമാണ്. ഏതായാലും റഷ്യ നിലവിൽ കളത്തിലേക്ക് വരാനുള്ള സാധ്യതകൾ ഇല്ല, ഒട്ടും തന്നെ ഇല്ല എന്ന് തന്നെ പറയാം. കാരണം അവരിപ്പോ 5ാം വാർഷികം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. 2022 തുടങ്ങിയ അടി ഇതുവരെ അവിടെ തീർന്നിട്ടില്ല. അവരതിന്റെ 5ാം വാർഷികം ഇന്നായിരുന്നു. ഇന്ന് അവരതിന്റെ ആഘോഷങ്ങളിലാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്നും കൊല വിളിച്ചും അവർ മുമ്പോട്ട് പോകുന്നുണ്ട്. ഇന്ന് കേട്ടൊരു വാർത്ത ഉക്രൈൻ റഷ്യയുടെ കയ്യിൽ നിന്ന് ഏതോ ഒരു സ്ഥലം തിരിച്ചു പിടിച്ചു എന്നൊക്കെയുള്ള വാർത്തകളും വരുന്നുണ്ട്. അതങ്ങനെ നിൽക്കുന്നു. ഇങ്ങനെ ആകപ്പാടെ നിൽക്കുന്ന ഒരു സാഹചര്യം. പക്ഷെ ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം, ഒരു ലിമിറ്റഡ് അറ്റാക്ക് മാത്രമാണ് ഇപ്പോൾ നടക്കുന്നതെന്നാണ് നമുക്ക് ഇതുവരെയുള്ള കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ഹിസ്ബുള്ളയുടെ കയ്യിൽ നിന്നൊക്കെ ഇവരൊരു ഉറപ്പ് വാങ്ങിയിരുന്നു. ഇറാനുമായിട്ടൊരു ലിമിറ്റഡ് ആക്രമണമാണെങ്കിൽ തങ്ങളുടെ ഭാഗത്തു നിന്ന് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്നൊരു ഉറപ്പ് അമേരിക്കയ്ക്ക് ലഭിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതായത് ഈ ഇറാന്റെ ഇതുണ്ടല്ലോ മറ്റേ അവരുടെ ഈ പ്രോക്സികൾ, ആ പ്രോക്സികളൊക്കെ ഒരു ഉറപ്പ് അമേരിക്കയ്ക്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊരു ലിമിറ്റഡ് ആക്രമണമാണ് നടത്തുന്നതെങ്കിൽ, അതായത് ചില കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കിയാണ് നടത്തുന്നതെങ്കിൽ ഞങ്ങൾ നിങ്ങളെ ശല്യപ്പെടുത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഇത് ലിമിറ്റഡ് ആക്രമണമായിരിക്കുമെന്ന് തന്നെയാണ് നമ്മൾ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്. അതല്ല എങ്കിൽ ഇത് നമ്മുടെ ആരുടെയും കയ്യിൽ നിൽക്കുന്നില്ല. തൽക്കാലം ഇന്ത്യക്ക് ദോഷകരമായി ബാധിച്ചില്ലെങ്കിലും അധികം വൈകാതെ തന്നെ ഇന്ത്യക്കും ബാധിക്കുന്ന തരത്തിലേക്ക് ഒരു യുദ്ധമായിട്ട് ഇത് മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.